ഹായ് എല്ലാവർക്കും ഓൾഡ് മൂവി കണ്ടമീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ 2023 തൊട്ട് 2026 വരെ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ പൊട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതിൽ പൊട്ടിയിട്ടും ഇതുവരെ OTT റിലീസ് ചെയ്യാത്ത കുറേ പടങ്ങളുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഇതുവരെ OTT റിലീസ് ചെയ്യാത്ത ഒരു 10 പടങ്ങൾ ഏതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ ആദ്യ പടം ഏതെന്ന് ചോദിച്ചാൽ 2023 ആഗസ്റ്റ് 25 ഒരു ഓണർ റിലീസായി വന്ന് തിയേറ്ററിൽ വൻ പരാജയമായി തിയേറ്റർ വിട്ടൊരു പടമാണ്. പടത്തിലെ പ്രധാന വേഷം ചെയ്തത് നമ്മുടെ നിവിൻ പോളിയും മമിതയൊക്കെയാണ്. എന്നിട്ട് ഈ പടം പൊട്ടി. പക്ഷേ അപ്പോൾ കുറച്ച് നെഗറ്റീവും കുറച്ച് പോസിറ്റീവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. OTT വന്നാൽ കാണാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ പടം ഇന്നേ വരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോൾ 2026 ഇതുവരെ അതിൻ്റെ ഇതറിയില്ല, അതിൻ്റെ ഒരു അഡ്രസ്സും ഒന്നും അറിയില്ല. രാമചന്ദ്ര ബോസാങ്കോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളെ ഇഷ്ടം രണ്ടാമത്തെ പടം ഏതെന്ന് ചോദിച്ചാൽ 2023 ആഗസ്റ്റ് 11 തിയേറ്ററിൽ റിലീസായി തിയേറ്ററിൽ നിന്ന് വൻ പരാജയമായിട്ടും ഇതേ വരെ OTT റിലീസ് ചെയ്യാത്തൊരു പടമാണ് കുഞ്ഞമ്മണി ഹോസ്പിറ്റൽ. ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് നമ്മളെ ഇന്ദ്രജിത്തും നൈലാവിഷയൊക്കെയാണ്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അറിയില്ല, ഇതിൻ്റെ OTT ഇതുവരെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ മനോരമ മാക്സ് ഒക്കെ എടുക്കേണ്ടതാണ്. കാരണം ഇവരിങ്ങനത്തെ എന്താ പെട്ടെന്ന് തിയേറ്റർ വരുന്ന പടങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഈ മനോരമ മാക്സ്. പക്ഷെ അവരൊന്നും ഇത് എടുത്തിട്ടില്ല, എന്താണെന്നും അറിയില്ല. വിഷു ഒക്കെ വരല്ലേ, എടുക്കായിരിക്കും. എന്തായാലും ഞാൻ ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അധികം വയ്യാതെ വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ പടം ഏതെന്ന് വെച്ചാൽ 2024 സെപ്റ്റംബർ 27 തിയേറ്ററുകളിൽ 2 ദിവസം പോലും തയ്ക്കാതെ പരാജയപ്പെട്ടു പോയൊരു പടമാണ് കപ്പ്. നമ്മളെ മാറ്റുമാണ് ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളെ ഡില്ലൂലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ട്രെൻഡിങ് ആയ ഡില്ലൂലിൻ്റെ ആദ്യ പടം എന്ന് വേണമെങ്കിലും ഇതിന് പറയാം. പക്ഷേ ഈ പടം എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇതിൻ്റെ OTT ഇതുവരെ നടന്നിട്ടില്ല. ഈ സർവ്വമായി ഇറങ്ങിയപ്പോൾ ആ സിനിമേൻ്റെ കുറേ റീൽസ് ഇതൊക്കെ വെച്ചിട്ട് കുറേ കാണായിരുന്നു. പിന്നെ കുറച്ച് പാട്ടുകളും ഉണ്ട് നല്ലത്. പിന്നെ ഇതിൽ ബേസിൽ ജോസഫും ഉണ്ട്, പിന്നെ നമ്മളെ പഴയ ഒരു നായികയൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ സിനിമ തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ഇതുവരെ ഇതിൻ്റെ OTT നടന്നിട്ടില്ല. കാരണം ലവ്ലി എന്ന് പറഞ്ഞ മാത്യു തോമസിൻ്റെ അത്രയും പൊട്ട പടങ്ങൾ വരെ OTT റൈസ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പടം എന്താ എടുക്കാത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. കാരണം ഒരു ആവറേജ്, അത്ര വലിയ പൊട്ട അഭിപ്രായമല്ല, ഒരു ആവറേജ് അഭിപ്രായം കിട്ടിയൊരു പടമായിരുന്നു ഇത്. ഇതിൻ്റെ OTTക്ക് വേണ്ടി ഞാൻ നല്ല വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളെ ലിസ്റ്റിലെ നാലാമത്തെ പടം ഏതെന്ന് ചോദിച്ചാൽ 2025 ജനുവരി 10 തിയേറ്ററിൽ പരാജയമായി ഇതുവരെ OTT റിലീസ് ചെയ്യാത്തൊരു പടമാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്ന അർജുൻ അശോകൻ, അനശ്വര രാജൻ, പിന്നെ ബാലു വർഗീസ്, ഇതുപോലെ മുൻനിര താരങ്ങളൊക്കെയാണ്. എന്നിട്ടും ഇതിൻ്റെ OTT റൈസ് ആരും ഇതുവരെ വാങ്ങിയിട്ടില്ല. അന്ന് തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം കിട്ടിയ ഒരു പടമാണ്. ഇതിൻ്റെ ട്രെയിലർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിൻ്റെ OTT ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇന്നും വെയിറ്റിംഗ് ആണ്. ഇതിനും നിങ്ങൾ വെയിറ്റിംഗ് ആണ്, കമൻ്റ് ഇടുക. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ അഞ്ചാമത്തെ മൂവി ഏതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർക്കോനെ കുറിച്ച്. മാർക്കോൻ്റെ സംവിധായകൻ്റെ ആദ്യ പടം മനസ്സിലാണ് പറഞ്ഞിട്ട്, ഇത് മാർക്കോനെ കുറിച്ചാണ്. എന്നുവെച്ചാൽ മാർക്കോ കഴിഞ്ഞ് നേരെ ഉണ്ണിമുതൻ ചെയ്ത അടുത്ത പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതിൻ്റെ റിലീസ് ഇതുവരെ വന്നിട്ടില്ല. ഇത് OTTയിൽ വരാൻ വേണ്ടി കുറേ പേര് കാത്തിരിപ്പാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിൻ്റെ OTT റിലീസ് ആരും എടുത്തിട്ടുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല. തിയേറ്ററിൽ ഒരു നല്ല അഭിപ്രായം, എന്നുവെച്ചാൽ ഒരു ആവറേജ് അഭിപ്രായം കിട്ടിയ ഒരു പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ ഇതെന്തുകൊണ്ട് ഇതുവരെ OTTയിൽ വന്നിട്ടില്ല എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളെ ആറാമത്തെ മൂവി ഏതെന്ന് വെച്ചാൽ 2025 ഫെബ്രുവരി 28 ഡാൻ ശ്രീനിവാസൻ്റെ പുതിയൊരു ബോംബുണ്ടായി. എന്നുവെച്ചാൽ ഇതിൽ ബാക്കിയുള്ളതെല്ലാം കുറേ പേര് പിന്നിലുണ്ടാവും. പക്ഷേ ഇത് ഡാൻ ശ്രീനിവാസൻ തന്നെ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ചെയ്ത് വൻ താരനിരയായി വന്ന ഒരു പടമാണ് ആപ്പ് കൈസേഗോ. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സിനിമ അത്രയ്ക്കില്ല. പിന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഡാൻ ശ്രീനിവാസൻ്റെ ഒരു 2.5 മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്ത് അത് തിയേറ്ററിൽ ഇട്ടാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ പടം ഇറക്കുന്നതിന്. പക്ഷേ ഇത് ഞാൻ കാണാത്തതുകൊണ്ട് അധികം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ പടം ഒന്ന് OTTയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാൻ ശ്രീനിവാസൻ്റെ രണ്ടാമത്തെ പടം. പക്ഷേ ഇതുവരെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിൻ്റെ OTT റൈസ് ആരും വിട്ടുപോയിട്ടില്ല. കാരണം ഡാൻ ശ്രീനിവാസൻ്റെ എല്ലാ പടത്തിനും OTT വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ ഇതിൻ്റെ വന്നിട്ടില്ല. ജയിലറിൻ്റെ വരെ വന്നു, അറിയാലോ നിങ്ങൾക്ക്, ജയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ജയിലറിൻ്റെ വരെ വന്നു, പക്ഷേ ഇതിൻ്റെ എന്താ ഇതുവരെ വരാത്തതിന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഏഴാമത്തെ പടം ഏതാണെന്ന് വെച്ചാൽ 2025 നവംബർ 21 നല്ല പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തി വൻ പരാജയമായി മാറിയ
കേരള പുഷ്പ എന്നൊക്കെ അറിയപ്പെട്ട ഒരു പടമാണ് വിലായത്ത് ബുദ്ധ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പോലെ ഒരു വൻ താരം തന്നെ ഉണ്ടായിട്ടും ഇതുവരെ ഇതിൻ്റെ OTT റൈറ്റ്സ് ആരും സ്വന്തമാക്കിയിട്ടില്ല. ഇതിൻ്റെ OTT എന്ന് വരുമെന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് കുറച്ച് പേർക്ക് അടിപൊളിയായിട്ടും കുറച്ച് പേർക്ക് എന്താ പറയുക ഒട്ടും പോരാത്തൊരു പൊട്ടപ്പടമായിട്ട് ഒരു ആവറേജ് പടമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും എന്താണ് ഇതിൻ്റെ OTT ആരും വാങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ഇപ്പം 4-5 മാസമായി ഇതുവരെ ഇതിൻ്റെ OTT റിലീസിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. ഞാനും നിങ്ങളെപ്പോലെ ഇതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ 8ാമത്തെ പടം ഏതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 10 2025 ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തി വൻ പരാജയമായി മാറിയ ഒരു പടമാണ് മമ്മൂക്കാൻ്റെ ബസൂക്ക. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഞാനിത് ഈ ബാക്കിയുള്ള പടങ്ങളെ പോലെയല്ല. ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. എനിക്ക് ഈ പടം തിയേറ്ററിൽ ഒട്ടും വർക്കൗട്ടായിട്ടില്ല. കാരണം ഞാൻ മമ്മൂക്കാൻ്റെ എല്ലാ പടത്തിനും ഫസ്റ്റ് ഷോ പോകുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൻ്റെ ഞാൻ പോയി കണ്ടു. എനിക്ക് ഈ പടം ഒട്ടും വർക്കൗട്ടാകാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക ക്ലൈമാക്സിൽ മമ്മൂക്കേൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് കുറേ പേര് കുറേ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. കണ്ടുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ അമ്മ ഇപ്പം മറ്റേ ചത്താപ്പച്ചയിലൊരു സാധനം വന്നപ്പോൾ ട്രോളായി ഇറങ്ങിയില്ലേ, അതിനെക്കാട്ടിയും എന്താ പറയുക പൊറപ്പിക്കലാണ് ആ എൻട്രി ഒക്കെ. അത് വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് ഇപ്പോൾ പേട്രിയോട്ടും പിന്നെ കുറേ പടങ്ങളൊക്കെ വന്ന് ഒന്ന് ഒന്നും കൂടെ കയറി വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഈ പടം OTT കൂടെ ഇറക്കിയാൽ വീണ്ടും നമുക്ക് തന്നെ ട്രോളായിരിക്കും. നമുക്ക് വീണ്ടും ഏറിക്കയറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ പടം മമ്മൂക്ക ഫാൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കും. പക്ഷെ മമ്മൂക്കേൻ്റെ എന്താ പറയുക സാധാ ഓഡിയൻസില്ലേ, ഈ കുടുംബ പേഴ്സൺ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അത്രയും ഒരു ഇതാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ISL ഒക്കെ കാണുന്ന ഒരു ബോളാര എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ ISL കപ്പൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ സിനിമയിൽ. ഞാൻ വിചാരിച്ച് ഇനി ചിലപ്പോൾ കേരള വർഷത്തിൽ കപ്പ് ഇട്ടാട്ടുണ്ട് അടിച്ചുകൊണ്ട് പോയതാണോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനത്തെ സാധനമൊക്കെയാണ് ഇതിലെടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും വരുന്നതാണ് എൻ്റെ ആഗ്രഹം. ഡൊമിനിക്കാൻ്റെ ലേഡീസ് സ്പേസ് വരെ പറഞ്ഞറിഞ്ഞ് വരുന്നത്. കാരണം അത് ഞാൻ കണ്ടത്, അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അത് OTT വരാനുള്ള സംഭവമുണ്ട്. പക്ഷേ ബസൂക്ക അത് അതിനെ അറിയിക്കുന്നില്ല, വരാൻ ഒട്ടുമില്ല. എൻ്റെ അമ്മ ഫസ്റ്റ് ഹാഫ് വരെ എങ്കിലും കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് കാണാൻ പറ്റില്ല. നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ പടവും അതിൽ അഭിനയിച്ച ഹീറോ ആരെന്ന് വെച്ചാൽ ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ്റെ 2 പടങ്ങളാണ് ഇതുവരെ OTT വരാത്തത്. അത് രണ്ടും 2024-ലും 2023-ലും ഇറങ്ങിയ 2 പടങ്ങളാണ്. 2023-ൽ ഇറങ്ങിയ പടം നിങ്ങൾക്കറിയാമായിരിക്കും, ബാന്ദ്ര. ഇതുവരെ വന്നിട്ടില്ല. 2023 നവംബർ 10 തിയേറ്ററിൽ എത്തിയ ഒരു പടമാണ് ബാന്ദ്ര. എന്താണെന്നറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. ഒരു ഗാങ്സ്റ്റർ മൂവി എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ 8 നിലയിൽ പൊട്ടിയായിരുന്നു. പിന്നെ ഇതിൽ തമന്നയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പടം പൊട്ടി. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. കുറേ പേര് കണ്ടവരൊക്കെ നെഗറ്റീവായിരുന്നു. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, 3 വർഷമായിട്ടും അതിൻ്റെ OTT റിലീസ് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ദിലീപേട്ടൻ്റെ ബാന്ദ്ര. പിന്നെ 2ാമത്തെ പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പടമാണ് തങ്കമണി എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ഒരു പടമാണ് തങ്കമണി. പക്ഷേ ഇതുവരെ അതിൻ്റെ OTT റിലീസ് കണ്ടിട്ടില്ല. അതിൻ്റെ ട്രെയിലറൊന്നും വലിയ രസമില്ലെങ്കിലും പോസ്റ്റർ കുറച്ച് കൊള്ളായിരുന്നു. പിന്നെ ദിലീപേട്ടൻ്റെ ബിഗ് ആണെങ്കിൽ പറയണ്ട, അത് നമ്മളെ കോക്കണ്ണൊക്കെ കളിയാക്കി ഇട്ടിട്ടുണ്ട്. ആ പടത്തിൻ്റെ റിവ്യൂ ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതും പൊട്ട അഭിപ്രായമായിരുന്നു. അതും ഇതുവരെ OTT വന്നിട്ടില്ല. ഞാൻ ഇതിനൊക്കെ ഈ 2 പടത്തിന് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഒന്ന് രസമില്ലെങ്കിലും ട്രോളാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും. ട്രോൾ കണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായാലും ഞാൻ ദിലീപേട്ടൻ്റെ ഒരു കംബാക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബബ്ബായില്ല, വേറൊരു പടത്തോടെ കംബാക്ക് വന്ന്. അപ്പോൾ നമ്മളെ ലിസ്റ്റിലെ 10ാമത്തെ നടൻ എന്ന് പറഞ്ഞാൽ അൺലക്കി ഹീറോ എന്ന് എന്തായാലും പറയാം ഈ 10ാമത്തെ നടനെ കുറിച്ച്. കാരണം ചെങ്ങായിൻ്റെ പടമൊക്കെ നല്ലതാണെങ്കിലും തിയേറ്ററിൽ ജയിക്കൂല. അതാണ് ഈ ചെങ്ങായിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ ആരാന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേറെ ആരുമല്ല, നമ്മളെ ഷെയ്ൻ നിഗം. എന്താണെന്നറിയില്ല, ചെങ്ങായിൻ്റെ പടമൊക്കെ അടിപൊളി പടമാണ്. പക്ഷേ തിയേറ്ററിൽ ജയിക്കൂല. ഉദാഹരണം എന്താ പറയുക, ഇപ്പം ഈ ലിസ്റ്റിൽ തന്നെയുള്ളൊരു പടമാണ് മൾട്ടി എന്ന് പറഞ്ഞൊരു പടം വന്ന് അത് ഇവിടെ ഒരു 2 ആഴ്ചയെങ്കിലും ഓടിയിട്ടുണ്ടാകും. കുറച്ച് നന്നായിട്ട് കളക്ഷനിട്ട്, പക്ഷെ പൊട്ടീനാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എന്നാലും നല്ലൊരു എന്താ ആൾക്കാരൊക്കെ കയറാനും നല്ല ഇതിലൊക്കെ വന്ന് നല്ല അഭിപ്രായമൊക്കെ നേടി നല്ല പോസിറ്റീവായ ഒരു പടമാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ടാണല്ല അത് ഇതുവരെ OTT-ലും വന്നിട്ടില്ല. തിയേറ്ററിലാണെങ്കിൽ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുമില്ല. ഞാൻ അതിന് ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പടമാണ്
മൾട്ടിക്ക് വേണ്ടി മൾട്ടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ OTT വരുന്നില്ല. എന്നെപ്പോലെ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും ഇതിൽ. എന്നോടന്ന് കുറേ പേര് ചോദിക്കാറുമുണ്ട് OTTയിൽ എപ്പോഴാണ് മൾട്ടി വരിക. അറിയില്ല, മൾട്ടീൻ്റെ ഒരു വിവരമില്ല. അതിൻ്റെ ഇടയ്ക്ക് ആമസോൺ എടുത്തെന്ന് പറഞ്ഞു കേട്ടു, പിന്നെ ഇടയ്ക്ക് മനോരമ മാക്സ് എടുത്തെന്ന് കേട്ടു, പിന്നെ ഇപ്പം അതിൻ്റെ മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞു ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മൾട്ടിക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. അധികം വേറെ വന്നാൽ നന്നായിരുന്നു. പക്ഷെ മൾട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കണമെന്ന് അല്ല, ഇത്രയും ഞാൻ പറഞ്ഞു മൾട്ടി വരുന്നു. പക്ഷെ എനിക്ക് വരുമെന്ന് പ്രതീക്ഷ ഇല്ലാതായത് വേറൊരു സൈനികൻ്റെ പടം ഇതുവരെ വരാത്തതുകൊണ്ടാണ്. അതേതാണെന്ന് വെച്ചാൽ 2023 നവംബർ 10 തിയേറ്ററിൽ എത്തി. നല്ല അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ആ പടത്തിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കി ഇപ്പോൾ മറ്റേ ഇതിലൊക്കെ ഉണ്ട്. ഈ തിയേറ്റർ റിവ്യൂ ഒക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പോപ്പ് പ്രീമിയറോ, അതിലൊക്കെ ഉണ്ട് അതിൻ്റെ റിവ്യൂ. ഒന്ന് എടുത്ത് നോക്കി, എല്ലാം അടിപൊളി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു പടമാണ്. പക്ഷെ ഇതുവരെ അതിൻ്റെ OTT കാണത്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പടത്തിൻ്റെ പേര് വേല. നല്ല പടമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ലുക്കും സണ്ണി വെയിനൊക്കെ ഉണ്ട്. സണ്ണി വെയിൻ്റെ ഒക്കെ ലുക്ക് വേറെ ലെവലാണ്. അതേപോലെ സൈനികൻ്റെ ലുക്കും എല്ലാം അടിപൊളിയാണ്. അതിൻ്റെ പാട്ടുമുണ്ട്, കിടിലം പാട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും ആ പടം എന്താണെന്ന് അറിയില്ല, ഇതുവരെ OTT വന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി അഭിപ്രായം കിട്ടിയിട്ട് പോലും ഇതുവരെ OTT വന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ജിയോ സ്റ്റാർ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോലും എടുത്തിട്ടില്ല ഇതുവരെ. ഒന്ന് വന്നാൽ നന്നായിരുന്നു. കാരണം 2022 ഇപ്പോൾ 3 വർഷമായി. കാരണം അത്രയും കിടില അഭിപ്രായം കിട്ടിയ ഒരു പടത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെ അത് തിയേറ്ററിൽ പോയി കാണാത്തതിൻ്റെ വേറെ ഒന്നുമല്ല, 2-3 ദിവസം ഓടിയില്ല. കാരണം അത്രയും നല്ല അഭിപ്രായം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അൺലക്കി ഹീറോ, ചെങ്ങായിക്ക് ഭാഗ്യമില്ല. നല്ല പടം ചെയ്താലും ആൾക്കാർ വരില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർക്കും ബായ്.